കൊച്ചി എന്ന് പറഞ്ഞാൽ മിനി ബാംഗ്ലൂർ. നാട്ടുകാർ വിചാരിക്കുന്നത് തന്നെ നമ്മൾ കൊച്ചിയിൽ വരുന്നത് കുടിച്ചു കൂത്താനാടും അങ്ങനത്തെ പരിപാടിക്കൊക്കെയാണെന്നൊക്കെ. 10% ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 90% ആൾക്കാർക്കും അത് അനുഭവിച്ചേ പറ്റും. നൈറ്റ് ലൈഫിലേക്ക് വരുന്നു, അത് നോർമലി മദ്യത്തിൽ തുടങ്ങുന്നു, പിന്നെ ഡ്രഗ്സിലേക്ക് അവസാനിക്കുന്നു. ഞാനൊരു 7 കൊല്ലമായിട്ട് കൊച്ചിയിൽ താമസിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പോഴാണ്, എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായിട്ടുണ്ട്. ലഹരി ഉപയോഗമാണോ നമുക്ക് ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ ലഭിക്കാത്തത്? ഞാനിപ്പോൾ ഈ വീട്ടിലേക്കാണ് വന്നത്, എനിക്ക് വീട് തരില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒറ്റ റീസണേ ഉള്ളൂ, ബാച്ചിലർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇതുപോലെ ബാച്ചിലർക്ക് വീട് കിട്ടാതെ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടോ? കൊച്ചി എന്ന് പറഞ്ഞാൽ മിനി ബാംഗ്ലൂർ. സോ പഠിക്കാനായാലും വർക്കിനായാലും കൂടുതൽ ആൾക്കാർ മറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിട്ടാണ് നിൽക്കുന്നത്. സോ അവരവരുടെ ഫ്രീഡം ഇവിടെ ശരിക്കും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കൊരു വീട് കൊടുക്കാൻ, ഒരു ഫ്ലാറ്റ് കൊടുക്കുക, റെന്റിന് കൊടുക്കാൻ, അത് ഓണേഴ്സിന് ഭയങ്കര ഡിഫിക്കൽറ്റീസ് ആയിരിക്കും. നാട്ടുകാർ വിചാരിക്കുന്നത് തന്നെ നമ്മൾ കൊച്ചിയിൽ വരുന്നത് കുടിച്ചു കൂത്താനാടും അങ്ങനത്തെ പരിപാടിക്കൊക്കെയാണെന്നൊക്കെയാണ് അതിന്റെ ഒരു വെപ്പ്. അവർ തന്നെയാണല്ലോ ഇതിന്റെ ഓണേഴ്സ് മറ്റൊക്കെ. അപ്പൊ തന്നെ അവരെതിരെ നിൽക്കുന്നത് തന്നെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒഴിവാക്കാന്നുള്ള ഒരു രീതിയിൽ എന്നൊക്കെയാണ്. ചേട്ടാ, കൊച്ചിയിൽ ഒരു ബാച്ചിലറായി ഒരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഫ്ലാറ്റോ വീടോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ലഹരിയാണോ പ്രശ്നം? ലഹരിയാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ലഹരി ഉണ്ടാവില്ല, പിന്നെ അതിലേതെങ്കിലും ഒരു കൂട്ടത്തിലൊരു അതിൽ കയറി കഴിഞ്ഞാൽ ലഹരിയൊക്കെ ആയി, പിന്നെ അത് ഹൗസ് ഓണർക്കും നെയ്ബർക്കും എല്ലാം വിഷയം വരും. ഒരു 10% ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 90% ആൾക്കാർക്കും അത് അനുഭവിച്ചേ പറ്റും. പെൺകുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വന്ന് ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ ഫസ്റ്റ് ടൈം വരുന്നതിന്റെ ഒരു അട്രാക്ഷനും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്ത് നൈറ്റ് പോലുള്ള ലൈഫുകൾ ഇവർ ആസ്വദിക്കും. അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് വെച്ചാൽ ഇവർക്ക് പെൺകുട്ടിക്ക് സുഹൃത്തുക്കളെക്കാളും കൂടുതൽ ആൺകുട്ടി സുഹൃത്തുക്കളാണ് കൊച്ചിനെ സംബന്ധിച്ചോളം. അപ്പൊ അത് ആണിന്റെ സമീപനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്ത് അതെങ്ങനെ വേർതിരിച്ച് കാണാനുള്ള കഴിവ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ നിലവിലില്ല. നൈറ്റ് ലൈഫിലേക്ക് വരുന്നു, അത് നോർമലി മദ്യത്തിൽ തുടങ്ങുന്നു, പിന്നെ ഡ്രഗ്സിലേക്ക് അവസാനിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം MDMA ഉപയോഗം വളരെ കൂടുതലാണ്. അത് കൊച്ചിയിൽ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അത് നമ്മളൊരു ഭയം നടന്നൊരു കാര്യം. ഒരു ടവർ ഉണ്ട്, മൈക്രോ ജംഗ്ഷൻ. അവിടെ കംപ്ലീറ്റ് ലോഡ്ജുകളാണ് ഇപ്പോൾ. അവിടെ തന്നെ ഈ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും തന്നെ പിള്ളേര് ലോഡ്ജ് റൂം എടുത്തിട്ട് ഈ MDMA മയക്കുമരുന്നൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് പല പ്രാവശ്യം പോലീസ് വന്ന് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ എറണാകുളത്തുള്ളവരെക്കാളും കൂടുതൽ പുറത്തുനിന്നുള്ളവരാണ് വന്നത്. അതെ, അതൊരു മെയിൻ കാരണമായിരിക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞ ഡ്രഗ്സ്, അതിപ്പോ ഒരു കൂട്ടത്തിൽ ഒരാൾ ഉപയോഗിച്ച് ആ ഒരു കൂട്ടം മൊത്തം പഴിക്കപ്പെടും. ഈ റേപ്പ് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എല്ലാവരും സൊസൈറ്റി മൊത്തം പറയും. ആക്ച്വലി ഇന്ത്യയിലെ മൊത്തത്തിൽ നിലനിൽക്കുന്ന ഒരു സാധനമാണല്ലോ ഇങ്ങനത്തെ ഒരു സദാചാരം. അതായത് ബാച്ചിലേഴ്സിന് ഒന്നെങ്കിൽ വീട് കൊടുക്കില്ല, അല്ലെങ്കിൽ കപ്പിൾസിന് വീട് കൊടുക്കത്തില്ല. അവർക്ക് ഒന്നെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കണം. അതിന് പുറകിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രഗ് യൂസ് അല്ലെങ്കിൽ കുറെ കൊലപാതകങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ മാറ്റേണ്ടത് ഇങ്ങനെയല്ല. എങ്ങനെയാണ് മാറ്റേണ്ടതെന്നാണ് അനീഷയുടെ അഭിപ്രായം? ലഹരി ഉപയോഗം ബാച്ചിലേഴ്സ് താമസിക്കുന്നുണ്ടോ, ഫാമിലി താമസിക്കുന്നുണ്ടോ, കപ്പിൾ താമസിക്കുന്നുണ്ടോ മാറുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഇൻ കേസ് ഇപ്പം ഫാമിലിക്ക് തന്നെ ആണെങ്കിൽ ഫാമിലിക്ക് ഉപയോഗിച്ചൂടെ?